ഹായ് മക്കളെ, നമ്മൾ വർക്ക് എനർജി പവറിൻ്റെ നെക്സ്റ്റ് സെഷനിലേക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വാരിയസ് ടൈപ്സ് ഓഫ് വർക്ക്, അതിൻ്റെ കണ്ടീഷൻസ്, കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് എനർജി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആക്കുന്ന ഒരു പോർഷനും കൂടിയാണ് എനർജിയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്നുള്ളത്. അപ്പം എനർജി മീൻസ് എന്താണെന്ന് ചോദിക്കുമ്പം നമ്മളതിന് കൊടുക്കേണ്ട ഒരു ഉത്തരം ഇതാണ്: ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അല്ലേ, ഒരു വർക്ക് ചെയ്യണമെങ്കിലുള്ള അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പം എത്ര എനർജിയാണ് ആവശ്യമുള്ളത് എങ്കിൽ അത്രയും വർക്ക് നമുക്ക്, അല്ലെങ്കിൽ എത്ര എനർജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എബിലിറ്റി ഓർ കപ്പാസിറ്റി ഓഫ് എ ബോഡി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. ഇവിടെ എനർജികൾ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളത് കുറേ എണ്ണമുണ്ട്. സൗണ്ട് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് എനർജികൾ നമുക്കുണ്ട്. അപ്പോൾ ഈ എനർജികളെ ഒക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്കൊക്കെ വരുന്നൊരു ചോദ്യമാണ് വാട്ട് ഈസ് മീൻ ബൈ എനർജി ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഡയമെൻഷൻ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ട ഉത്തരം ഇങ്ങനെയായിരിക്കണം: ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പം കൂടുതൽ ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ എനർജി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. എങ്കിൽ എനർജിയുടെ യൂണിറ്റ് എന്താണ് എന്ന് ചോദിക്കുമ്പം വർക്കിൻ്റെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണ് എനർജിയുടെയും യൂണിറ്റ്. വർക്കിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂളായിരുന്നു. അതുകൊണ്ട് എനർജിയുടെ യൂണിറ്റും എന്താണ്? യൂണിറ്റ് ഓഫ് എന്താണ്? എനർജി എന്ന് പറയുന്നതും SI യൂണിറ്റാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? SI യൂണിറ്റ് ഈസ് ജൂൾ. ഓക്കെ, SI യൂണിറ്റ് ഈസ് ജൂൾ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ജൂൾ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ G. ഇതല്ലാതെ വേറെ വല്ല യൂണിറ്റുകളും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം പറയണം ഉണ്ട്. ഇപ്പം ജൂളിന് പകരം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് ചുരുക്കിയിട്ട് നമുക്ക് EV എന്ന് എഴുതാം. ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് ചുരുക്കിയിട്ട് EV എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁹ ജൂൾസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഫെമിലിയർ ആകേണ്ട മറ്റൊരു യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റ് വർക്കിൻ്റേതാണെങ്കിൽ ഡയമെൻഷനും വർക്കിൻ്റെ തന്നെയായിരിക്കും. അത് എത്രയാണ്? ml² T⁻². ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ വരിക. ഇനി മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. എന്താണ് ഈ മെക്കാനിക്കൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ബോഡിയുടെ വെലോസിറ്റിയിൽ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ പൊസിഷനിൽ നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തും. അങ്ങനെ നമ്മൾ പൊസിഷനിൽ മാറ്റിയിട്ടോ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടോ ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കാൻ പോണത്? മെക്കാനിക്കൽ എനർജി ആയിട്ട് കണക്കാക്കാൻ പോണത്. ആ മെക്കാനിക്കൽ എനർജിക്ക് 2 ഫോംസാണ് ഉള്ളത്. അതിലൊരെണ്ണം കൈനറ്റിക് എനർജി എന്ന് നമ്മൾ പറയും. നമുക്കെന്ത് ചെയ്യാം? അതിനെ K എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, കൈനറ്റിക് എനർജി. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ എനർജി ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദി ബോഡി. നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് കൊടുത്തപ്പം ആ ബോഡി എന്ത് ചെയ്തു? മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയുടെ എനർജിയുടെ പേരാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫിഗർ കാണാം നിങ്ങൾക്ക്. ആ ഫിഗർ നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈനറ്റിക് എനർജി ഇക്വേഷൻ കിട്ടും. ഇവിടെ M മാസുള്ളൊരു ബോഡി, ആ ബോഡിയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എന്താ, M മാസുള്ളൊരു ബോഡി. ഈ ബോഡിയിൽ ഞാനൊരു F ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. കാണാം. ഇനീഷ്യലി ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, അല്ലേ? കാരണം അവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി S എന്ന് പറയുന്നൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി V ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്ത് മോഷനാണ്? ഒരു ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പം ഒരു ബോഡിക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് മാറ്റം വന്നത്. അങ്ങനെയെങ്കിൽ
ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു നമുക്കിങ്ങനെ കൊടുക്കാം, ബോഡിയുടെ മാസ് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം. ഓക്കെ, അതായത് ഈ കാണുന്ന ബോഡിയുടെ ആക്സലറേഷനാണ് എഫ് ബൈ എം. നമ്മൾ മറ്റൊരു മെത്തേഡിലൂടെ പഠിച്ചിട്ടുണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നും നമുക്കറിയാം. ഇവിടെ ടൈം അല്ല, ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആക്സലറേഷൻ നമുക്ക് എഫ് ബൈ എം എന്ന് കൊടുക്കാം. എങ്കിൽ എത്രയാണ് ഇവിടെ ചെയ്യപ്പെട്ട വർക്ക് എന്ന് ചോദിക്കുമ്പം എത്രയാണ് ബോഡിക്ക് ഇവിടെ ഉണ്ടായ കൈനറ്റിക് എനർജി? കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ബോഡിക്ക് ആ ബോഡിയുടെ വെലോസിറ്റി മാറ്റാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ സർഫസിൽ ഫ്രിക്ഷനോ അങ്ങനെയുള്ള ഒരു നോൺ കൺസർവേറ്റീവ് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ കൊടുക്കാം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് അല്ലേ, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ 2as. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എന്താണ് 2as. അവിടെ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, വി എന്ന് പറഞ്ഞാൽ അവിടെ വി തന്നെയാണ്, അതായത് ഫൈനൽ വെലോസിറ്റിയാണ്. യു അവിടെ എത്രയാണ്? 0 ആണ്. അപ്പം നമ്മളിങ്ങനെ എഴുതി, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് നമുക്ക് ഫോഴ്സ് ബൈ മാസ് ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ വി ഗോട്ട് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എം എന്ന് കൊടുത്തേക്കാം. ഇതിൽ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അത് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചൊരു കാര്യമാണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഈ കാണിച്ച ഇക്വേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന പോലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ആ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എഫ് ഇൻറ്റു എസ് എന്ന് പറയുന്ന ഒരു പോർഷനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമുക്കിന് എഴുതും, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2/m ഇൻറ്റു വർക്ക് ഡൺ. ആ വർക്കിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും, 1/2 ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. ദിസ് ഇസ് കോൾഡ് കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 1/2 mv² ആണെന്ന് കിട്ടി. ഓക്കെ, അത് ഇവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് ചെയ്ത എന്തിന് ഈക്വലാണ്? വർക്കിന് ഈക്വലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ ബോഡിക്ക് ചേഞ്ച് വെലോസിറ്റിയിൽ മാറ്റം വരുത്താൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു തരത്തിലുമുള്ള ഒരു നോൺ കൺസർവേറ്റീവ് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഇവിടെ താഴെ ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് പ്രകാരം കുട്ടികൾ ഫ്രിക്ഷൻ ഉണ്ടോ എന്ന ഒരു ചിന്ത വരും. ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി സ്പെസിഫിക് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ്സ് ഈക്വൽ ടു വർക്ക് ഡൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വർക്ക് എനർജി തിയറം. നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള ഒരുപാട് പ്രോബ്ലം പാർട്ടുകൾ ഡിസ്കസ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന തിയറമാണ്. നിങ്ങളുടെ ബോർഡ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വർക്ക് എനർജി തിയറം. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൺസ് അഗെയിൻ ഐ ആം കൺസിഡറിങ് ദ പ്രീവിയസ് വൺ കേസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ കേസ് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് us കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം. ബോഡി ഓഫ് മാസ് എം. ആ കാണിച്ചിരിക്കുന്ന ബോഡിയെ സംബന്ധിച്ച് നമുക്കെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കെന്ത് ചെയ്യാം? സെയിം കൺസെപ്റ്റ് നമുക്കൊന്ന് യൂസ് ചെയ്യാം. സെയിം ബോഡി ഓഫ് മാസ് എം. ദിസ് ടൈം ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി u ആൻഡ് ആഫ്റ്റർ കവറിങ് എ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് s, ഇറ്റ്സ് വെലോസിറ്റി ബിക്കം v. അപ്പം ഇവിടെ എത്ര വർക്കാണ് ചെയ്തത്? അപ്പോൾ വൺസ് അഗെയിൻ വി വിൽ കം അപ്പ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ പറയുമ്പം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലോ ഫ്രിക്ഷൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫോർമുല ഉപയോഗിച്ച് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് എന്താണ്? 2as അല്ലേ. ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് വൺസ് അഗെയിൻ നമുക്ക് എന്ത് കൊടുക്കാം? ഫോഴ്സ് ബൈ മാസ് തന്നെ എഴുതാം അല്ലേ. ഫോഴ്സ് ബൈ മാസ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. സോ വി ഈസ് വി ദെയർ, യു ഈസ് യു. ഓക്കെ, ഇവിടെ ആരും നമുക്ക് ഒഴിവാക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഈ കാണുന്നതിനകത്തുനിന്ന് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ബൈ എം ഇൻറ്റു
എസ്, 2 ഇൻറ്റു എഫ് ബൈ എം ഇൻറ്റു എസ്. ഓക്കെ, കാരണം ആക്സലറേഷൻ എഫ് ബൈ എം, ഫോഴ്സ് ബൈ മാസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ എഫ് എസ് എന്ന് പറയുന്ന ടേം എന്താണ്? വർക്കാണ്. നമുക്കിതിനെ ഇങ്ങ് മാറ്റാം. ഈ എമ്മിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എം ബൈ 2 ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. ദിസ് ഇസ് ഈക്വൽ ടു യുവർ വർക്ക് ഡൺ. അല്ലേ? ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഡൺ ആണ്. സോ ലെറ്റ് us റൈറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു യു സ്ക്വയർ. കണ്ടോ? ഇവിടെ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജിയും ഹാഫ് എം യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുമാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ കെ എന്നെഴുതാം. ഡെൽറ്റ കെ എന്ന് എഴുതുമ്പം അതിനർത്ഥം എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, സോ ദാറ്റ്സ് യുവർ ആൻസർ. അപ്പോൾ എന്താണ് വർക്ക് എനർജി തിയറം ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ ബൈ ദി നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ് ഇത്രയേ ഉള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് കരുതുക. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എന്താ ചെയ്യുക? ബോഡിയെ മൂവ് ചെയ്യാൻ ബോഡി ഒരു ടെൻഡൻസി കാണിക്കുമ്പം അതിനെ പിടിച്ചു വയ്ക്കും, അല്ലേ? അപ്പം ഒന്നെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യത്തില്ല. പക്ഷേ ആ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്ലൈഡ് ഫോഴ്സ് വളരെ വലുതാണ്. ആരേക്കാളും? ആ കാണുന്ന റെസിസ്റ്റീവ് ഫോഴ്സിനേക്കാളും, ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ മതി. 20 ന്യൂട്ടൺ ഫോഴ്സ് ചെയ്യാൻ ബോഡിയിൽ അപ്ലൈ ചെയ്തു. 5 ന്യൂട്ടൺ ഫോഴ്സ് ആയിരുന്നു ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നെറ്റ് ഫോഴ്സായിട്ട് കണക്കാക്കേണ്ടത് 20 മൈനസ് 5 15 ന്യൂട്ടനാണ്. മനസ്സിലായല്ലോ? കാര്യം ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എഫക്റ്റീവ് ഫോഴ്സായിട്ട് മാറാൻ പോണത് 20 അല്ല, 20-5 ആയിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നെറ്റ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ആൻഡ് ദിസ് ഡെറിവേഷൻ ഓൾസോ യു നീഡ് ആൻഡ് യു വിൽ ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ മിനിമം ഫോർ 3 മാർക്സ് ഇൻ യുവർ ബോർഡ് പേപ്പർ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി, മൊമെൻറ്റം ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നിങ്ങളിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മോഷൻ കൊണ്ട് അവൈലബിൾ ആകുന്ന എനർജിയാണ്. മൊമെൻറ്റത്തെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ട്. അതും ഒരു ബോഡിയുടെ വെലോസിറ്റി കൊണ്ട് അതിന് കിട്ടുന്ന ഒരു എനർജി സ്റ്റേറ്റസ് തന്നെയാണ്. അപ്പം മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മോഷൻ തന്നെയാണ്. കൈനറ്റിക് എനർജി ഈസ് എനർജി ഡ്യൂ ടു ദ മോഷനുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് ചോദിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ എഴുതാം. കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാം. കെ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്, അല്ലേ? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അതുപോലെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ മാസിനെ അതിൻ്റെ ലീനിയർ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ പേര് ലീനിയർ മൊമെൻറ്റം എന്നായി. ഈ ഒന്നാമത്തെ ഇക്വേഷന് ഫ്രം 1 അല്ല ഫ്രം 2 നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം 2 നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു പി ബൈ എം എന്ന് എഴുതിക്കൂടെ, അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു പി ബൈ എം. ഈ രണ്ടാമത്തെ ഇക്വേഷന് വെലോസിറ്റി നമ്മളൊന്ന് ഐസൊലേറ്റ് ചെയ്തു. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് എന്താണ്? ഇൻ ഇക്വേഷൻ 1. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കുക, കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിയുടെ വാല്യൂ എത്രയാണ്? പി ബൈ എം ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു പി സ്ക്വയർ ബൈ നമുക്ക് എന്ത് കിട്ടും? എം സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എമ്മും അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണിച്ചിരിക്കുന്ന ഒരു സ്ക്വയർ അങ്ങ് കളഞ്ഞേക്കാം. ആഫ്റ്റർ ദാറ്റ് നമുക്കിങ്ങനെ കിട്ടും കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെൻറ്റം. ദാറ്റ് ഈസ് പി സ്ക്വയർ ബൈ 2m ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഓക്കെ, നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
അതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശരിക്കും എഴുതി പഠിച്ച് വെച്ച് പോകണം കേട്ടോ. ശരി, ലെറ്റ് us go to the next. സ്റ്റോപ്പിംഗ് ഓഫ് വെഹിക്കിൾ ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ്. ഇത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരുന്നിടത്തൊക്കെ നമ്മൾക്ക് ചിലപ്പം ഉപയോഗിക്കേണ്ടി വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അതൊരു ഡെറിവേഷനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയെല്ലാം കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ മാത്രം യൂസ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, സ്റ്റോപ്പിംഗ് ഓഫ് വെഹിക്കിൾ ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ്. അതായത് നമുക്കിപ്പം ഒരു വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനെ നമുക്ക് എന്ത് ചെയ്യണം, ആ വെലോസിറ്റി 0 ദാറ്റ് മീൻസ് നമുക്കതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണം. മോഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഫോഴ്സ് കൊടുത്ത പോലെ തന്നെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആ ഡിസ്റ്റൻസ് നമുക്കിവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിവിടെ എക്സ് എന്ന് കാണിക്കാം. ഓക്കെ, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. അപ്പം ഇവിടുന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു, ആ വാഹനം ഇവിടെ എത്തിയപ്പം റെസ്റ്റിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ബ്രേക്ക് ഈ പോയിൻ്റിൽ നിന്നാണ്, അത് ഏത് പോയിൻ്റ് വരെ, ഈ പോയിൻ്റ് വരെ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് ബോഡിയുടെ എന്താണ്, വെലോസിറ്റി വിന്ന് എങ്ങോട്ട് എത്തിച്ചു, 0ലേക്ക് എത്തിച്ചു. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ എത്രയാണ് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കണം. അപ്പം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ ലീനിയർ മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. നമുക്ക് യു സ്ക്വയർ എന്താണ്, വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ES അല്ലേ. ഇവിടെ വി എന്ന് പറയുന്നത് 0 കാരണം ഫൈനൽ വെലോസിറ്റിയാണത്. 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ആക്സലറേഷനാണ്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് F/m ഇൻറ്റു എസ്. അതെന്താണ് മൈനസ്? മൈനസ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എത്രയേ ഉള്ളൂ, ഇവിടെ ആക്സലറേഷൻ അല്ല റിട്ടാർഡേഷനാണ്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പം ആ വാഹനത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുമ്പം നമ്മളതിനെ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും, വിച്ച് ഇസ് ഈക്വൽ നെഗറ്റീവ് ആക്സലറേഷനാണ്. നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് എന്താണ്, റിട്ടാർഡേഷനാണ്. അപ്പോൾ ആക്സലറേഷൻ റിട്ടാർഡേഷൻ, അതുകൊണ്ട് ഇവിടെ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി 0 കൊണ്ട് അത് റിട്ടാർഡഡ് മോഷനാണ്. Now you can write 0 is equal to u square minus 2f by f into s divided by m. ഓക്കെ എന്ന് കൊടുക്കാം. നമുക്ക് ഇതിനെ നമുക്കൊന്ന് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2fs divided by m. ഓക്കെ, ഡിവൈഡഡ് ബൈ എം. ദെൻ എം ഇൻറ്റു ഇതിൽ നമുക്ക് എഫ് ഇൻറ്റു എസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 1/2 ഇൻറ്റു എം യു സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ എസ് എന്ന് പറയുന്നിടത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ് ആണ്. ദെയർഫോർ എക്സ് ഈക്വൽ ടു 1/2 എം യു സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, അപ്പോൾ എന്തായി മക്കളെ, കൈനറ്റിക് എനർജിയാണ് മേലെ കാണുന്നത്, താഴെ കാണുന്നത് എന്താണ്, റിട്ടാർഡിംഗ് ഫോഴ്സാണ്. അപ്പോൾ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ദി റിട്ടാർഡിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. കണ്ടോ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ എവിടെ പോയി വാഹനം നിൽക്കും, എത്ര ദൂരം ചെന്നിട്ട് വാഹനം നിൽക്കും എന്ന് ചോദിക്കുമ്പം നമ്മൾ അതിന് ഇങ്ങനെ പറഞ്ഞാൽ മതി, കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ് അവിടുത്തെ എന്തായിട്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, നൗ സ്റ്റോപ്പിംഗ് ടൈം. എത്ര ടൈം എടുക്കും ഈ വെലോസിറ്റിയിൽ പോകുന്ന വാഹനം ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് 0 വെലോസിറ്റിയിലേക്ക് എത്തുമ്പം എത്ര ടൈം എടുക്കും? നമുക്കറിയാം, നമ്മൾ മോഷൻ ഇൻ 1 ഡയമെൻഷനൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നമുക്കൊരു വഴി ഇവിടെ പറയുന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രകാരമാണെങ്കിൽ നമ്മൾ പഠിച്ചെന്താണ്, ഫോഴ്സ് ഇൻ ടു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ആണ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എന്താണ്, ഇമ്പൾസ് ആണ്, ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈമാണെന്ന് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എം ഇൻറ്റു
വി മൈനസ് യു ബൈ എന്ത് കൊടുക്കാം, എഫ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എന്താണ്, ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ടൈം എന്ന് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ പിയുടെ വാല്യൂ എം ഇൻറ്റു വി മൈനസ് യു ആണ്. അതിൽ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് വി, ആൻഡ് വി ഈസ് ഫൈനൽ വെലോസിറ്റിയാണ്, 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അതിൻ്റെ എന്തെടുത്താൽ മതി, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യരുത്. ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ റിട്ടാർഡിങ് ഫോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. അപ്പം എക്സ് ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ആകുന്ന വാഹനത്തിന് ആ ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്ക് എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുമ്പം ഇതാണ് ടൈം ഓഫ് എന്താണ്, സ്റ്റോപ്പിംഗ് ടൈം എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചില ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡാറ്റയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയെ പറ്റിയിട്ടും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ടും സ്റ്റോപ്പിംഗ് ടൈമിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് മെക്കാനിക്കൽ എനർജിയിലെ മറ്റൊരു എന്താണ് കണ്ടീഷനാണ് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. സോ വി വിൽ കം വിത്ത് ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് നെക്സ്റ്റ് വീഡിയോ.